നമസ്കാരം. ലൈസ്യം അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണല്ലോ. കേട്ടിട്ട് കാറ്റഗറി 3യുടെ പരീക്ഷയും 4ന്റെ പരീക്ഷയുമാണെന്ന് കഴിഞ്ഞത്. അപ്പോൾ കാറ്റഗറി 3യുടെ പരീക്ഷയുടെ ചോദ്യങ്ങൾ, മലയാളത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും, ജനറൽ മലയാളത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള വീഡിയോകൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കേട്ടിട്ട്, സീറ്റിട്ട്, സെറ്റ്, അതുപോലെ തന്നെ ബി.എഡിന്റെ ഫൈനൽ സെമസ്റ്റർ MCQ പരീക്ഷ എന്നിവയ്ക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നൽകുന്ന, എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് നൽകുന്ന അക്കാഡമിയാണ് ലൈസ്യം അക്കാഡമി. നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. നമ്മളിപ്പോൾ നോക്കുന്നത് ഇന്ന് നടന്ന പരീക്ഷയിൽ മലയാളത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 30 ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ ആദ്യം ഒരു ഗദ്യഭാഗം വായിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം നമുക്ക് നോക്കാം, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം. അപ്പൊ അതിൽ 41ാമത്തെ ചോദ്യം, ഗോത്ര വിഭാഗങ്ങളായ കുറിച്യർ പ്രധാനമായിട്ടും അധിവസിച്ചിരുന്ന പ്രദേശം ഏതാണ് എന്നതാണ് 41ാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 41 ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നതാണ്. 42ാമത്തെ ചോദ്യം, മുക്കുവർ താമസിച്ചിരുന്നത് ഏത് പ്രദേശത്താണ്? മുക്കുവർ എന്ന് പറയുമ്പോൾ ഫിഷർമെൻ കമ്മ്യൂണിറ്റി, അത് നെയ്തൽ പ്രദേശത്താണെന്ന് ഓർത്തിരിക്കുക. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ എന്നീ ഭൂവിഭാഗങ്ങളെ പണ്ട് കാലത്ത് എന്താണ് അറിയപ്പെട്ടിരുന്നത്? അതാണ് 43ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ സി തന്നെയാണ്, തിണൈ കൺസെപ്റ്റ്. തിണൈ കൺസെപ്റ്റ്. 5 തിണൈകളാണ് ഉണ്ടായിരുന്നത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിങ്ങനെയുള്ള 5 തിണൈകൾ. അപ്പോൾ തിണൈകൾ എന്നതാണ് അതിന്റെ ഉത്തരം. ഈ തിണകളെ അടിസ്ഥാനപ്പെടുത്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിണകളെ വിഭജിച്ചിരുന്നത് എന്നത് ആണ് 44ാമത്തെ ചോദ്യം. പ്രകൃതിയുടെ പ്രത്യേകത, സമൂഹ ജീവിതം, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. തൊഴിലിന്റെ അടിസ്ഥാനം, പ്രകൃതിയുടെ അടിസ്ഥാനം, സമൂഹ ജീവിതത്തിലെ വ്യത്യാസം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തിണകളെ ഇങ്ങനെ 5 ആയി തിരിച്ചിരുന്നത്. കൃഷി ചെയ്തിരുന്ന സമതല പ്രദേശം, കേരളം ഉൾപ്പെടുന്ന പ്രദേശം മരുതം എന്നാണ് അർത്ഥം. മരുതം പ്രദേശം വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള പ്രദേശമാണ്. 45 ഓപ്ഷൻ എ ആണ് ഉത്തരം, മരുതം. ഇനി അടുത്ത് 46 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ ഒരു കവിതയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതിൽ 46ാമത്തെ ചോദ്യം, കേരളം രമ്യദേശമാവാൻ കാരണമായി പറയുന്നവ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം 46. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 47ാമത്തെ ചോദ്യം, പെൺകൊടിമാർ കരം കൊട്ടിക്കളിക്കുന്നത് ഏത് അവസരത്തിലാണ്? 47ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, ഓണ മഹോത്സവ നാളിലാണ് പെൺകൊടിമാർ കരം കൊട്ടിക്കളിക്കുന്നത്. 47 ഓപ്ഷൻ സി ആണ്. അടുത്ത 48, പാടകന്ന് കുടിലിൽ അണഞ്ഞതാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സരസ്വതി എന്നാണ് ഉത്തരം, സരസ്വതി. അടുത്ത 49, താണവരും ഉയർന്നവരും ഏകവംശ ജാതരെന്ന് തോന്നിക്കാൻ നിമിത്തമായതെന്ത്? താണവരും ഉയർന്നവരും ഏകവംശ ജാതരെന്ന് തോന്നിക്കാൻ നിമിത്തമായതെന്ത്? 49ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദേഹശൗചം ആണ്. ഇനി 50ാമത്തെ ചോദ്യം, സന്തുഷ്ടയായി എന്നർത്ഥം വരുന്ന പദം താഴെ പറയുന്നതിൽ ഏതാണ്? സന്തുഷ്ടയായി എന്നർത്ഥം വരുന്ന പദം താഴെ പറയുന്നതിൽ ഏതാണ്? 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രഹൃഷ്ടയായി എന്നാണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി, പ്രഹൃഷ്ടയായി. അടുത്ത 51ാമത്തെ ചോദ്യം, അഞ്ജനമാകുന്നത് ഏത് വ്യാകരണ നിയമപ്രകാരമാണ് എന്നാണ് ചോദ്യം. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം, അനുനാസികാദി പ്രസരം എന്നതാണ് ഉത്തരം, ഓപ്ഷൻ ഡി. അടുത്ത് 52ാമത്തെ ചോദ്യം, വിദ്യയും രൂപവും ശ്രീയും മതിപ്പിക്കും യുവാക്കളെ, ഈ വരികളിലെ അലങ്കാരം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് 52ാമത്തെ ചോദ്യം. 52 ഓപ്ഷൻ ബി, സമുച്ചയം എന്നാണ് ഉത്തരം, സമുച്ചയം. ഓപ്ഷൻ ബി, സമുച്ചയം. അടുത്ത കൂട്ടത്തിൽ പെടാത്തത് തെരഞ്ഞെടുത്ത് എഴുതുക 53ാമത്തെ ചോദ്യം. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആരാച്ചാർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 54ാമത്തെ ചോദ്യം, മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിന്റെ ഏത് അധ്യായത്തിലാണ് പാട്ടിന്റെ ലക്ഷണ നിർണയം നടത്തിയിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ, 1ാം ശില്പത്തിലാണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ, 1ാം ശില്പം എന്ന് ആണ്. അടുത്ത 55ാമത്തെ ചോദ്യം, രാമകഥപ്പാട്ട് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് 55. ഓപ്ഷൻ ഡി, രാമകഥപ്പാട്ട് തെക്കൻ പാട്ടുകൾക്കകത്ത് വരുന്നതാണ്. ഓക്കെ.
തെക്കൻ പാട്ടുകൾക്കകത്താണ് രാമകഥ പാട്ട് വരുന്നത്. ഇനി 56-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. 56 ഓപ്ഷൻ ബി ആണ് ശരി. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വതന്ത്ര ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വതന്ത്ര ഭാഷയാണ് മലയാളം. 56 ഓപ്ഷൻ ബി ആണ് ശരി. ഇനി 57 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നിലവിൽ വന്നത് ഏത് വർഷമാണ്? 57-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരി. NTA നിലവിൽ വന്നത് 2017 ആണ്. NTA നെറ്റ് പരീക്ഷയൊക്കെ നടത്തുന്നത് NTA ആണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2017 നിലവിൽ വന്നു. ഇനി 58-ാമത്തെ ചോദ്യം, തമിഴ് സംസ്കൃത മെന്റുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ഇണ്ടമാല തൊടുക്കിൻ്റെൻ പുണ്ടരീകാക്ഷ പൂജയായി ലീലാതിലകത്തിൽ ചേർത്തിരിക്കുന്ന ഈ വരികൾ ഏത് കൃതിയിലേതാണ് എന്നതാണ് ചോദ്യം. 58-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അനന്തപുര വർണ്ണനത്തിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനന്തപുര വർണ്ണനം. ഇനി 59-ാമത്തെ ചോദ്യം, ഉപമാനത്തെയും ഉപമേയത്തെയും കുറിക്കുന്ന പദം സമാനമാവുകയും അർത്ഥം വ്യത്യസ്തമാകുകയും ചെയ്യുന്ന അലങ്കാരം ഏതാണ് എന്നതാണ് 59-ാമത്തെ ചോദ്യം. 59-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശ്ലേഷം എന്നാണ് ഉത്തരം. ശ്ലേഷം. അടുത്ത് 60-ാമത്തെ ചോദ്യം, ഉള്ളൂരിന്റെ മരണത്തിൽ അനുശോചിച്ച് വടക്കങ്കൂർ രാജവർമ്മ രചിച്ച വിലാപകാവ്യം ഏതാണ്? 60-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മഹച്ഛരമം എന്നതാണ് ഉത്തരം. മഹച്ഛരമം. അടുത്ത് 61-ാമത്തെ ചോദ്യം, വരട്ടെ ഏത് പ്രകാരത്തിന് ഉദാഹരണമാണ്? വരട്ടെ എന്നത് ഏത് പ്രകാരമാണ്? 61 ഓപ്ഷൻ സി ആണ് ഉത്തരം. നിയോജക പ്രകാരം. നിയോജക പ്രകാരം. 62-ാമത്തെ ചോദ്യം, മഹാകവി ഉള്ളൂർ രചിച്ച ചമ്പു കാവ്യം ഏതാണ്? 62 മഹാകവി ഉള്ളൂർ രചിച്ച ചമ്പു കാവ്യം ഏതാണ്? 62ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സുജാതോദ്യാഹം എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി. 63-ാമത്തെ ചോദ്യം, പച്ചവ്ഡ് എന്ന ഗോത്ര കവിതാ സമാഹാരം എഴുതിയത് ആര്? 63-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അശോകൻ മറയൂർ ആണ് ഈ കവിതാ സമാഹാരം എഴുതിയത്. അടുത്ത് ഒരു മാച്ചിങ് ടൈപ്പ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് എന്ന് കണ്ടെത്തുക എന്നതാണ് 64-ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി എന്നതാണ് തെറ്റായിട്ട് വരുന്നത്. ആ കനി തിന്നരുത് എന്നതാണ് തെറ്റി കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. സാകേതം CN ശ്രീകണ്ഠൻ നായർ ശരിയാണ്. ദൈവത്താർ കാവാലത്തിന്റെ കൃതിയാണ്. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസിന്റെ കൃതിയാണ്. ഇപ്പൊ തെറ്റി കൊടുത്തിരിക്കുന്നത് ആ കനി തിന്നരുത് എന്നത് ആണ്. 65-ാമത്തെ ചോദ്യം, ശരിയായ പദം എഴുതുക എന്നതാണ്. അതിലെ ഏതാണ് ശരി? 65-ാമത്തെ ചോദ്യത്തിലെ ഓപ്ഷൻ സി ആണ് ശരി. ഐച്ഛികം എന്നതാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. ഇനി 66-ാമത്തെ ചോദ്യം. 66-ാമത്തെ ചോദ്യത്തിന്റെ താ ഏത് വിഭാഗത്തിൽ പെടുന്ന അക്ഷരമാണ് എന്നതാണ് 66-ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ്. മൂർധന്യം എന്നതാണ് ശരിയായ ഉത്തരം. മൂർധന്യം. അടുത്ത 67-ാമത്തെ ചോദ്യം, തെല്ലിതിൻ സ്പർശമില്ലാതെ ഇല്ലലങ്കാരമൊന്നുമേ ഏതിന്റെ എന്നതാണ് ചോദ്യം. 67-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. അതിശയോക്തി. അതിശയോക്തി. അടുത്ത 68-ാമത്തെ ചോദ്യം, ദ്രാവിഡ ഭാഷകൾ ഏത് കക്ഷ്യയിൽ ഉൾപ്പെടുന്നു എന്നതാണ് ചോദ്യം. 68 ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംശ്ലിഷ്ട കക്ഷ്യ. സംശ്ലിഷ്ട കക്ഷ്യ എന്നതാണ് ഉത്തരം. ദ്രാവിഡ ഭാഷകൾ സംശ്ലിഷ്ട കക്ഷ്യയിലാണ് ഉൾപ്പെടുന്നത്. ഇനി 69-ാമത്തെ ചോദ്യം, കൗശലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി താഴെ പറയുന്നത് വയിൽ ഏതാണ്? 69 ഓപ്ഷൻ ബി ആണ്. അകട വികട സാമർഥ്യം. അകട വികട സാമർഥ്യം. കൗശലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് അകട വികട സാമർഥ്യം. ഇനി അടുത്ത 70-ാമത്തെ ചോദ്യമാണ്, നല്ലൊരു ഏകാംഗ നാടകത്തിന്റെയോ ആധുനിക ചെറുകഥയുടെയോ കാവ്യ സാത്കൃത രൂപമാണ് ആധുനിക ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറയാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 70-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ടെന്റേറ്റീവ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ എ ഉത്തരമായിട്ട് പറയാം. അപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള കേട്ടറ്റ് കാറ്റഗറി 3യിലെ ജനറൽ മലയാളത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.